ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു വാസ്ലിൻ. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു വാസ്ലിൻ. അപ്പോൾ ഈ ഒരു വാസ്ലിൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെല്ലാം യൂസുകളാണ് ഉള്ളതെന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ വിണ്ട് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വാസലിൻ എടുത്തിട്ട് നമ്മുടെ ആ ഒരു കാലിൻ്റെ പാദത്തിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സോക്സ് എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കിടക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്കത് മാറിയിട്ട് കിട്ടും കേട്ടോ, ആ ഒരു വിണ്ട് കയറുന്നത്. നെക്സ്റ്റ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴയ ബാഗ് നമ്മൾ പഴയതായതുകൊണ്ട് ഉപയോഗിക്കാത്ത എന്തെങ്കിലും ബാഗോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗ് അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഴയതായി പൊടി പിടിച്ച് ചീത്തയായെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ പേരിൽ നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ അതില്ലാണ്ട് ആ ബാഗ് നന്നായിട്ട് ഫ്രഷായിട്ട് പുതിയതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബാഗിൻ്റെ നമ്മളെല്ലാ ഭാഗത്തും കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗങ്ങളിലും കുറേശ്ശെ വാസ്ലിനാക്കിയിട്ട് ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ബാഗ് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നല്ല പുതുപുത്തനായിട്ട് നമുക്ക് ആ ഒരു ബാഗ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു സിബൊക്കെ ടൈറ്റായിട്ട് ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിബിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ വാസ്ലൈൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സിബൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ അന്ന് ചെയ്ത് നോക്കട്ടോ. അതേപോലെ തന്നെ ഈ ബാഗിൻ്റെ ഇതേപോലെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, കോർണറുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റാത്ത ഒരു ഏരിയകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബഡ്സിൽ വാസ്ലിനാക്കിയിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല ആ ഒരു സൈഡിലൊക്കെ ഉള്ള അഴുക്കുകളൊക്കെ പോരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സിബിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര പഴയ ബാഗാണെങ്കിലും നല്ല ഗ്ലേസിങ്ങോട് കൂട്ടിയിട്ട് നല്ല പുതിയതായിട്ട് നമുക്ക് ഈ ഒരു വാസ്ലിൻ കൊണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ പഴയ ബാഗ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് യൂസ് ചെയ്തോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് കഴുകൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ ആഴ്ചയിലൊക്കെ നമുക്ക് കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. ചീർപ്പുമ്മ നേരിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും. എന്നിട്ട് ഇതേപോലെ ഒരു ടിഷ്യൂ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക. അറ്റത്തുനിന്ന് മുകളിൽ നിന്ന് അറ്റത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലുള്ള ആ ഒരു പൊടിയും കാര്യങ്ങളും അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ മക്കളുടെ ഹെയറൊക്കെ ജട പിടിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് ഇതേപോലെ നമ്മുടെ ആ ഒരു ചീർപ്പിൽ കുറച്ച് വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നോക്കിയിട്ട് അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ജടയൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് മുടി സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് നമ്മൾ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്ന ടൈമിൽ ഇതേപോലെ ജടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമുക്കത് മാറി കിട്ടാനായിട്ടുള്ള അടിപൊളി ടിപ്പാണ്. പിന്നെ മുടിയുടെ അറ്റമൊക്കെ പിളർന്ന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇല്ലാണ്ടാക്കാൻ ഈ ഒരു വാസ്ലിൻ കൊണ്ടിട്ട് ഉപയോഗിക്കും കേട്ടോ. ഇതേപോലെ അറ്റത്തൊന്ന് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ചെരുപ്പൊക്കെ നല്ല പുതുപുത്തനാക്കാനായിട്ട് ഈ ഒരു വാസ്ലിൻ മാത്രം മതി കേട്ടോ. ഇതേപോലെ നമുക്ക് തുണിയുടെ ആണെങ്കിലും അതേപോലെ ലെതറിൻ്റെ, പിന്നെ നമ്മൾ സ്കൂളിൽ കുട്ടികൾ ഇട്ടുകൊണ്ട് പോകുന്ന ആ ഒരു യൂണിഫോമിൻ്റെ ഒപ്പം മാച്ച് ചെയ്തിട്ടിട്ട് പോകുന്ന ഷൂ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതേപോലെ കുറച്ച് വാസ്ലിൻ ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു കോട്ടനോ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷൂവിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പൊടിയൊക്കെ മാറിയിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നല്ല തിളക്കത്തിൽ നല്ല പുതിയതുപോലെ നമുക്ക് ആ ഒരു ഷൂ കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഷൂവിൻ്റെ മാറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് എടുക്കുമ്പോഴും ആ ഒരു ലാസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാനാണ്. നമ്മൾ എപ്പോഴും സോപ്പിൻ്റെ പതയും എപ്പോഴും എണ്ണയുടെയും അതേപോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ തെറിക്കുമല്ലോ ഇങ്ങനെ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ. അപ്പോൾ അത് നന്നായിട്ട് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൽ കുറച്ച് ചോറ് വെച്ചിട്ട് തെറിച്ച പാടുകളൊക്കെ ഉണ്ട്.
അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ വൈപ്പിൽ നമുക്ക് പോരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വാസ്ലിൻ ആക്കിയിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മുടെ ആ ഒരു കോർണറിലൊക്കെ ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല ഗ്യാസ് സ്റ്റോപ്പ് നല്ല ക്ലീൻ ആയിട്ട് നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഏത് ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിലും ഇതേപോലെ വാസ്ലിൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഗ്ലാസിൻ്റെ ആണെങ്കിലും സ്റ്റീലിൻ്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ നല്ലൊരു ഫിനിഷിങ്ങും ഒരു ഗ്ലേസിങ് ഒക്കെ കിട്ടിയില്ലേ, നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കാണ്ട് നമുക്ക് കൈയൊന്ന് വേദനിക്കാണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ആക്കി എടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഒരു റെഗുലേറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കണം. ആ ഒരു റെഗുലേറ്ററും ഇതേപോലെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. അത് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യണല്ലേ, എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് അത് ടൈറ്റ് ആവാനും നമുക്കത് തിരിക്കുമ്പോൾ ഒരു നല്ല സ്മൂത്തായിട്ട് അത് തിരിക്കാനൊക്കെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബഡ്സിൽ കുറച്ച് വാസ്ലിൻ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ചുറ്റിനൊന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ബഡ്സ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് കിടന്നോളും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ആ ഒരു വാസ്ലിൻ കൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അതേപോലെ ആ റെഗുലേറ്ററിൽ നമ്മൾ ടച്ച് ചെയ്യണ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ആ ഒരു റെഗുലേറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് എഫേർട്ട് എടുക്കാണ്ട് ഭയങ്കര ടൈറ്റായിട്ട് ഇരുന്ന റെഗുലേറ്ററൊക്കെ നല്ല ലൂസാക്കി നല്ല ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വാസ്ലിൻ കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരല്ലേ, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും മൊബൈൽ ഫോൺ, ഇൻക്ലൂഡിങ് കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മെയിനായിട്ട് കിച്ചണിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മൊബൈൽ ഫോണൊക്കെ ഇതേപോലെ നമ്മൾ എണ്ണയും മെഴുക്കും ഒക്കെ ആ ഒരു ഗ്ലാസ്സിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പണി ചെയ്യുന്ന ടൈമിലൊക്കെ കോളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും കൈ തൊടുക്കൽ നടക്കണ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓടിപ്പോയി ഇതേപോലെ ഫോണൊക്കെ എടുക്കുമ്പോൾ ആ ഒരു എണ്ണമഴവും അതേപോലെ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ആ ഒരു ഗ്ലാസ്സിലും ബാക്കിലൊക്കെ ഉണ്ടാകും. പൗച്ചൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ ഇതേപോലെ കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് ഒരു ടിഷ്യൂവിൽ ആദ്യം ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടണോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ആ ഒരു വാസ്ലിൻ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്യുക. എന്നിട്ട് വേറൊരു ടിഷ്യൂ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മുടെ ഫോണിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അഴുക്കൊക്കെ പോയി എണ്ണമയമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് യൂസ് ഇതേപോലെ നമ്മുടെ വീട്ടിൽ മിക്സി ഉണ്ടാവില്ല, ആ ഒരു മിക്സിയുടെ ജാറ് നമ്മളിടയ്ക്ക് ടൈറ്റായിട്ട് പോകും. മിക്സി വർക്ക് ചെയ്യിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബലം ടൈറ്റായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതേപോലെ ആ ഒരു അടിയിൽ ബ്ലേഡിൻ്റെ വശത്തായിട്ട് നമുക്ക് കുറച്ച് വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടത് ടൈറ്റൊക്കെ മാറിയിട്ട് നല്ല ലൂസായിട്ട് നല്ല സ്മൂത്തായിട്ട് അത് വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ അതേപോലെ ഈ ഉൾവശത്തുള്ള അഴുക്കുകൾ കറുത്ത അഴുക്കുകളൊക്കെ ഉണ്ടാവില്ല, നമ്മൾ കുറേ യൂസ് ചെയ്യുമ്പോൾ ഇതേമാതിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കളറൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മിക്സിയുടെ ആ ഒരു ബാക്ക് വശം നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. നല്ല വാസ്ലിനാകുമ്പോൾ പെട്ടെന്ന് പോരും. പിന്നെ ഇപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ ഡോറിൻ്റെ കീ ഒക്കെ ഉണ്ടല്ലോ, മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിക്കാനൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ലോക്ക് ഉപയോഗിക്കാണ്ടൊക്കെ ഇരുന്ന് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ആ ഒരു കീയുടെ അറ്റത്ത് നമ്മൾ ലോക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അത് ഇതേപോലെ കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഈസി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, പഴയ ലോക്കൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറാണ്. അപ്പോൾ കണ്ടോ, ഇത് എൻ്റെ ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ. അപ്പോൾ ഇത് പഴയ ബാത്റൂമിൻ്റെ ഡോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അല്ലെങ്കിലും ഡെയിലി യൂസ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ തെറിച്ച് അഴുക്കും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു ഡോറിൽ കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ നനച്ചെടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തും തുടച്ചു കൊടുക്കുക.
അപ്പോൾ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന കറകളല്ലാണ്ട് നമ്മൾ ഈ കുളിക്കുമ്പോൾ തെറിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് ഒക്കെ നല്ല ഈസി ആയിട്ട് പോയി ബാത്റൂമിൻ്റെ ഡോറ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ നനഞ്ഞ തുണി വെച്ച് തുടച്ചതിന് ശേഷം ഒരു ഉണക്ക ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടക്കണം കേട്ടോ. നെക്സ്റ്റ് യൂസ് ഇതേപോലെ തന്നെ നമ്മൾ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ജനലിൻ്റെയും ഒക്കെ കൊളുത്തുകൾ നമ്മൾ ആ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ആ ഒരു കൊളുത്തിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് അത്യാവശ്യം കുറച്ച് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് യൂസ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ വന്ന് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മളാണെങ്കിലും പോയി നമ്മൾ തുറക്കുന്ന സമയത്തൊക്കെ എണ്ണയുടെയും അല്ലെങ്കിൽ അഴുക്കുകളും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ അത്യാവശ്യം നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഒരു ഡോറിലേക്ക് കുറച്ച് വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ന്യൂസ് പേപ്പർ ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരു വാസ്ലിൻ എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഒരു എഡ്ജുകളൊക്കെ ഉണ്ടാവുമല്ലോ, കോർണറുകൾ, എഡ്ജുകൾ, അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. കണ്ടില്ലേ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു വാസ്ലിൻ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഉണങ്ങിയ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ഉണങ്ങിയ ന്യൂസ് പേപ്പർ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. ആ ഒരു നനവും അതേപോലെ ആ ഒരു വാസ്ലിനൊക്കെ ആ ഒരു അഴുക്കൊക്കെ പോയിട്ട് കിട്ടാനായിട്ട് നന്നായിട്ട് ഒരു ഉണക്ക ന്യൂസ് പേപ്പർ വെച്ചിട്ട് തുടച്ചു കൊടുക്കുക. കണ്ടില്ല ഇതേപോലെ തുടച്ചാൽ മതി. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അഴുക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ട് പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോറ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അടുത്ത യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഡോറുകളൊക്കെ ഇതേപോലെ വിജാഗിരി അടയുമ്പോൾ ഒരു ഭയങ്കര സൗണ്ടും അടയാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വാസ്ലിൻ എടുത്തിട്ട് കുറച്ച് ആ ഒരു വിജാഗിരിയുടെ 2 സൈഡിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് വാതിലടക്കാനും അടക്കുമ്പോൾ ആ ഒരു സൗണ്ടൊക്കെ മാറിക്കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇന്നത്തെ ഈ വാസ്ലിൻ കൊണ്ടിട്ടുള്ള യൂസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ കൂടാണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.